ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ സീരീസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ലെറ്റ്സ് പ്ലേ തുടങ്ങിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ കുറേ കാലമായി ഗൈസ് ഇങ്ങനെ ലെറ്റ്സ് പ്ലേ അങ്ങനെ ഓരോ സീരീസ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഒരു സീരീസ് വീഡിയോ ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ലെറ്റ്സ് പ്ലേ തുടങ്ങിയാണ്. അപ്പോൾ ലൈക്ക് എടുക്കാൻ വെച്ചാൽ ലൈക്ക് അടിക്കുക, ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ നോട്ട് ക്രാഫ്റ്റിൻ്റെ പുതിയ സെർവറാണ് ഗൈസ്, MCLF ലെഗസി. അപ്പോൾ അതിൽ കയറാൻ താല്പര്യമുള്ള മച്ചന്മാർക്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ലിങ്ക് കൊടുക്കുക. ഇവിടെ ആദ്യം നമുക്ക് ഈ മരം മുറിച്ചിട്ട് തന്നെ പണി തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മളെ ഈ വേൾഡിലെ ആദ്യത്തെ മരമാണിത്. ഈ മരത്തെ നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാം? ഇവിടെ നിർത്താം ഗൈസ്. നീ ഇവിടെ നിൽക്ക് കുട്ടാ. എന്നിട്ടൊരു ഡേർട്ട് എടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ വെക്കാം ഗൈസ്. ഇതിൻ്റെ തലയിൽ വെക്കാം. ബാക്കി ഇനി നമുക്ക് കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. അങ്ങനെ ഗൈസ് ഇതാ നമുക്ക് ടൂൾസിന് ആവശ്യമായിട്ടുള്ള വുഡെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി എടുത്തിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ആക്കാം ഗൈസ്. അതിന് വേണ്ടി നമ്മൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ആക്കണം. അതിന് നമുക്ക് കുറച്ച് വുഡ് ഓക്കാക്കാം ഗൈസ്. എന്നിട്ട് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ആക്കുക. അപ്പോൾ നമ്മൾ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെച്ച് കുറച്ച് ടൂൾസ് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ടൂൾസ് അതിന് സ്റ്റിക്ക് ക്രാഫ്റ്റ് ആക്കി. അപ്പോൾ ഇതും ഞാനിവിടെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. പിന്നെ ബേസ് സെറ്റാക്കിയിട്ട് നല്ലൊരു സ്ഥലവും. പിന്നെ അയ്യോ, നമ്മളിപ്പോൾ എങ്ങോട്ട് പോകും? നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് പോകും? നമുക്ക് ഇതിങ്ങോട്ട് പോകും ഗൈസ്. ഇതൊരു നല്ലൊരു സ്ഥലമാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പുറത്തോട്ടെ നമുക്ക് ഈ ബെഡ് എടുക്കാം ഗൈസ്. ഇന്നു മുതൽ അവൻ നിലത്ത് കിടന്നാൽ മതി, കേട്ടടാ. ഫസ്റ്റ് ബ്ലാക്ക് സ്മിത്ത് തന്നെ നമുക്കൊന്ന് ലൂട്ട് ചെയ്യാം ഗൈസ്. ഡയമണ്ട് ഉണ്ടാവണേ സുതി എണ്ണ. കുഴപ്പമില്ല ഗൈസ്, അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു അയൺ ഹോസ് ആർമർ ഉണ്ട്. അയ്യോ, പിക്കാക്സ് എടുത്തില്ല. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വാങ്ങും. നമുക്കെല്ലാം ഒന്ന് ലൂട്ട് ചെയ്യാം ഗൈസ്. ഇവിടെ എത്ര ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്? 2 ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിതാ ഈ ഒരു ബ്ലാക്ക് സ്മിത്തും കൂടി ലൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2-3 ലൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്കിതാ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ ടൂൾസും ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒരു ബ്ലാക്ക് സ്മിത്തും കൂടിയുണ്ട് ഗൈസ്. അവിടെ എന്താ ഉള്ളതെന്ന് അറിയില്ല. നമുക്കെന്തായാലും പോയി ഒന്ന് നോക്കാം. പിന്നെ നമുക്കൊരു സ്റ്റാർട്ടർ പീസ് സെറ്റാക്കണം ഗൈസ്. ഗൈസ് ഇവിടെ കുറച്ച് ഒബ്സീഡിയനും ഒരു ഡയമണ്ട് ഉണ്ട് ഗൈസ്. ഇതേപോലെ ഒരു 10 രൂപ ഡയമണ്ടും കൂടി അവിടെ കൊണ്ടുവച്ചുവിടാനോ ബ്ലാക്ക് സ്മിത്ത് എണ്ണ. അപ്പോൾ കുറച്ച് ഇവിടെ അയൺ സോഡൊക്കെ ഉണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള ടൈം എടുക്കുക ഗൈസ്. ഇപ്പം അതവിടെ നിൽക്കട്ടെ. ഇവിടെ റോക്കറ്റ് മോനുണ്ടല്ലോ, നിന്നെ ഞാൻ എടുത്തോളാം. നമുക്ക് അതിനു മുമ്പേ കുറച്ച് വടി വേണം. വടി മീൻസ് സ്റ്റിക്ക്. അതിനു മുമ്പേ കുറച്ച് ഫുഡ് ഉണ്ടെച്ചില്ലെങ്കിൽ നമ്മൾ വടിയാവും ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വീറ്റ് എടുക്കുക ഗൈസ്. ഈ ഫുൾ വീറ്റ് എടുക്കുക. ഇതെല്ലാം ഇപ്പോൾ വീറ്റ് ബ്ലോക്കാണ് ഗൈസ്. നമുക്ക് ഇത് വീറ്റ് ആക്കണം. പിന്നെ ചെറിയ ഫാം സെറ്റപ്പ് ഇവിടെ സെറ്റാക്കണം ഗൈസ്. അതെല്ലാം അടുത്ത എപ്പിസോഡിൽ. ഇതിപ്പോൾ ചെറിയൊരു തുടക്കം മാത്രമാണ് ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മൾ ഈ വീറ്റ് ബ്ലോക്ക് ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേസ് സെറ്റാക്കണ സ്ഥലം കണ്ടുപിടിക്കണം. അങ്ങോട്ടേക്ക് കുറച്ച് പ്ലെയിൻ പോലെ കാണുന്നുണ്ട് ഗൈസ്. ഇവിടെയും കൂടി ഒന്ന് ലൂട്ട് ചെയ്യുക ഗൈസ്. ജസ്റ്റിൽ ഈ ഇങ്ങനത്തെ ഹൗസിൽ അധികം ഫുഡാണ് ഗൈസ് ഉണ്ടാവും. കണ്ട ഗൈസ് കുറച്ച് ബ്രെഡ് ഉണ്ട് ഇവിടെ. ഇതും കൂടി നമുക്ക് അങ്ങ് എടുക്കാം. ഇത് ഫുള്ള് നമുക്ക് എടുക്കാം ഗൈസ്. ആപ്പിളും ഉണ്ട്. നമുക്ക് പൊട്ടാറ്റോ വേണം ഗൈസ്. അത് വലിയ യൂസില്ല. ഹങ്കറൊന്നും അത്ര ഇത് ഇല്ല ഗൈസ്. എന്തില്ല, അതില്ല ഗൈസ്. അപ്പോൾ ഇത് ഗൈസ് ഇങ്ങോട്ട് കുറച്ച് പ്ലെയിൻ പോലെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തോന്നുള്ളത്? അവിടെ കുറച്ച് പംകിനുണ്ട് ഗൈസ്. പക്ഷെ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ബേസ് അതെന്തോ സംഭവം? മൂഞ്ചി ഗൈസ്. ഇവിടെ ഒരു ഔട്ട് പോസ്റ്റും അതും ഇത്രയും അടുത്ത് ഗൈസ്. എനിക്ക് കിട്ടുന്ന സീഡുകൾ മാത്രമാണ് ഗൈസ് ഇങ്ങനെ. ഇനി ഇവന്മാരെല്ലാം എൻ്റെ ബേസിലൊക്കെ കെട്ടിപ്പെറുക്കി വരുമോ? എന്തായാലും അത് അവിടെ നിൽക്കട്ടെ ഗൈസ്. അതെല്ലാം ഫീച്ചർ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഗൈസ് ആ മലൻ്റെ സൈഡിലൊരു സ്റ്റാർട്ടർ പീസ് നമുക്ക് അതിന് സെറ്റാക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ബേസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 ബ്ലോക്കും കൂടി പൊളിച്ച് ഇതിൽ ബെഡും ക്രാഫ്റ്റിംഗ് ടേബിളും ഇവിടെ വെക്കുക ഗൈസ്.
ഇത്ര മതി ഗൈസ്. ഇവിടെ ഒരു ബെഡ്, ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇതും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഗൈസ് ഇനിയുള്ളത്? വേറെ ഒന്നുമില്ല ഗൈസ്. പിന്നെ കുറച്ച് കോളിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. അതിപ്പോൾ എവിടെ നിന്ന് ഒപ്പിക്കും? കാരണം നമുക്ക് ടോർച്ച് ഉണ്ടാക്കണമെങ്കിൽ കോള് വേണം ഗൈസ്. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കോളൊന്നും കണ്ടില്ല. മുകളിൽ കുറച്ച് കോളുണ്ട് ഗൈസ്, നമുക്ക് അതിങ്ങ് എടുക്കാം. ഇതിന് നമുക്ക് ആദ്യം ഡോറ് ക്രാഫ്റ്റ് ആക്കാം ഗൈസ്, കാരണം ഗ്രീപ്പർ ഒന്നും ഇതിൻ്റെ ഉള്ളിൽ കയറി വരാതിരിക്കാൻ. അപ്പോൾ ഗൈസ് ഇതാ ഇവിടെ കുറച്ച് കോളിരിപ്പുണ്ട്, നമുക്കിതിങ്ങ് എടുക്കാം ഗൈസ്. കാരണം നമുക്ക് ടോർച്ച് അത്യാവശ്യമാണ് ഗൈസ്. വേറെ മോബ്സൊന്നും ബേസിനുള്ളിൽ സ്പോൺ ആകാൻ പാടില്ല. അപ്പോൾ അതിന് നമുക്ക് ടോർച്ച് വേണം. അപ്പോൾ നമുക്ക് ഈ കോളെല്ലാം ഇങ്ങ് എടുക്കാം ഗൈസ്. അപ്പോൾ കോളെല്ലാം നമ്മളിങ്ങ് എടുത്തിട്ടുണ്ട്. വീഡിയോ അധികം ലോങ് ആക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ മെഗാ ബേസ് അഥവാ നമ്മുടെ ബേസ് സെറ്റാക്കാനുള്ള, ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ ബേസാണല്ലോ ഗൈസ് സെറ്റാക്കി. അപ്പോൾ നമ്മുടെ ബേസ് സെറ്റാക്കാനുള്ള ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് വലിയ പ്ലെയിൻസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റാക്കാം ഗൈസ്. ഗൈസ് ഇവിടെ പ്ലെയിൻസാണ്. അത്യാവശ്യം ഇതൊന്ന് ക്ലിയർ ആക്കി എടുത്താൽ നമുക്കിവിടെ ബേസ് സെറ്റാക്കാം. അതിന് നമുക്ക് അങ്ങോട്ടേക്കും കൂടി നോക്കാം. ഗൈസ് കുഴപ്പമില്ല, ഒരു വൈബ് പ്ലേസൊക്കെയാണ്, എന്നാലും അങ്ങോട്ടങ്ങോട്ട് ഉറപ്പിക്കാനായില്ല. എന്നാലും നമ്മളങ്ങ് ഉറപ്പിക്കുന്നില്ല ഗൈസ്. നമ്മളെ വില്ലേജ് നോക്കി ഇവിടെ നിന്ന് എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന്. അങ്ങോട്ടൊരു പ്ലെയിൻ ഉണ്ട് ഗൈസ്, നമുക്ക് അങ്ങോട്ട് ബേസ് സെറ്റാക്കാം. പിന്നെ വുഡിനൊന്നും ക്ഷാമം വരില്ല എന്നാണ് എൻ്റെ മനസ്സ്. അയ്യോ കൊല്ലാൻ നോക്കുന്നോടാ. നമുക്കെന്തായാലും ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടർ ബേസിലേക്ക് പോവാം. നമുക്കിനി മൈനിങ് ഒക്കെ നാളെ ചെയ്യാം ഗൈസ്, ഇപ്പോൾ ടൈമില്ല, പോകാനുണ്ട് ഗൈസ്. അതിന് മുമ്പ് റീസ്പോൺ സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയ സർവർ വരുന്നുണ്ട്, തറവാട് സീസൺ 2 ആണ് ഗൈസ്. അപ്പോൾ കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ്സ് എല്ലാം ഇൻസ്റ്റാഗ്രാമിലും ഡിസ്കോഡിലും കൊടുക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ അടിച്ച് കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ലൈക്ക് അടിക്കുക, ചാനൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ തീരെ സപ്പോർട്ട് ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ MC ലൈഫ് ലെഗസിയിൽ കയറാൻ താല്പര്യമുള്ള ചാനൽ ഞാൻ ഐ പിയും ബോട്ടും കമൻറ്റിൽ കൊടുക്കുക ഗൈസ്. പിന്നെ അപ്പോൾ ബൈ ഗൈസ്, അടുത്ത എപ്പിസോഡിൽ കാണാം.